കൈവിട്ട മുൻ കൗൺസിലറുടെ ഭാര്യ നേടിയത് മിന്നും വിജയം. നഗരസഭ മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM ഭാരവാഹിയുമായിരുന്ന KV തോമസിന്റെ ഭാര്യ സിനി തോമസാണ് 407 വോട്ടുകൾ നേടി 8ാം വാർഡിൽ നിന്നും വിജയിച്ചത്. ആരുടെയും പിന്തുണ സ്വീകരിക്കാതെ സ്വതന്ത്രയായി മത്സരിച്ചാണ് ഇവർ വിജയം നേടിയത്. ഗുരുതരമായ കുറ്റാരോപണങ്ങൾക്ക് വിധേയനാവുക വഴി മുനിസിപ്പാലിറ്റി ഭരണസമിതിയിൽ നിന്നും കൂടാതെ CPIM-ൽ നിന്നും പുറത്താക്കപ്പെട്ട KV തോമസിന്റെ ഭാര്യ സിനി തോമസാണ് ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ തീർത്തും സ്വതന്ത്രയായി നിന്നുകൊണ്ട് നഗരസഭയിൽ മത്സരിച്ച് 407 വോട്ട് നേടിയിരിക്കുന്നത്. നഗരസഭയുടെ 8ാം വാർഡിൽ നിന്നുമാണ് ഇവർ മത്സരിച്ച് വിജയിച്ചത്. 144 വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടി. CPM-നോട് ഏറെ അനുഭാവിത്വം പ്രകടിപ്പിച്ചിരുന്ന ഇവർ ഇത്തവണ പാർട്ടിയുടെ യാതൊരുവിധ പിന്തുണയും അഭ്യർത്ഥിക്കാതെ തന്നെ സ്വതന്ത്രയായി മത്സരിച്ചാണ് വിജയിച്ചത്. ഇതേക്കുറിച്ച് സിനി തോമസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഈ ജനങ്ങളാണ് എന്നെ ഒത്തിരിയേറെ സപ്പോർട്ടിൽ വന്ന് ഇലക്ഷന് നിൽക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത്. അപ്പം എനിക്ക് പിന്നെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പാർട്ടിപരമായിട്ടുള്ള ഇതൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരണയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും? ഞാനിവിടെ 14 വർഷമായിട്ട് പാർട്ടി മെമ്പർ തന്നെയായിരുന്നു. പക്ഷെ പാർട്ടിയുടെ സീറ്റിൽ നിൽക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നു. പക്ഷെ ജനങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അടുത്തുള്ളവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഒത്തിരിയേറെ നിൽക്കെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരെ ജനങ്ങളുടെ ഒരു ഇതാലോ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നത്. അപ്പോൾ കൂടുതൽ നല്ലൊരു ഭൂരിപക്ഷം എനിക്ക് കിട്ടുകയും ചെയ്തു. ജനങ്ങളുടെ ഒത്തിരിയേറെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്ന കാരണം അവർക്ക് വേണ്ടി ഇനി എനിക്ക് ഈ വാർഡിലേക്ക് എന്ത് ചെയ്യണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് പുതിയ കൗൺസിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ കൗൺസിൽ നിലവിൽ വരും. ഈ പുതിയ കൗൺസിൽ വന്നു കഴിഞ്ഞാൽ 5 വർഷമാണ് നമുക്കിനി മുമ്പോട്ടുള്ളത്. ഈ 5 വർഷത്തിനിടയിൽ ഏറ്റവും ആദ്യം ചെയ്യണം അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള വികസനങ്ങൾക്കാണ്, ഏത് ഭാഗത്തേക്കാണ് ആദ്യം ശ്രദ്ധയിരിക്കുന്നത്? നമ്മുടെ ഈ വാർഡിലേക്ക് ഇത് വികസനത്തിനുള്ള എന്ത് കിട്ടിയാലും എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അവർക്ക് വേണ്ടി എന്ത് സപ്പോർട്ടിലും ഞാനുണ്ടാവും, അവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. പാർട്ടി കൈവിട്ടതിനെ തുടർന്ന് പൊതുരംഗത്തു നിന്നും പിന്മാറിയ KV തോമസ് പക്ഷേ മറുപടി നൽകിയത് തന്റെ സഹധർമ്മിണിയെ തെരഞ്ഞെടുപ്പിൽ എത്തിച്ചുകൊണ്ടാണ്. പതിറ്റാണ്ടുകളായി പൊതുരംഗത്തുള്ള തങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ തന്നെ പൊതുജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം പ്രതിനിധികളായി വിജയിച്ചെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇരുവരും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.